കുറച്ചു ദിവസം മുൻപാണ് അമൽ നീരദിന്റെ പുതിയ സിനിമയായ ബോഗെയിൻവില്ലയിലെ സ്തുതി എന്ന ഗാനം പുറത്തിറങ്ങിയത്. സുഷിൻ ഷ്യാമിന്റെ സംഗീതത്തിലൊരുങ്ങിയ ഗാനം നിമിഷങ്ങൾക്കകം ശ്രദ്ധ നേടിയിരുന്നു. പിന്നാലെ പാട്ടിനെക്കുറിച്ച് വിവാദങ്ങളും ചർച്ചയും ഉടലെടുത്തു. ഗാനത്തിന്റെ ഉള്ളടക്കവും വരികളും ദൃശ്യങ്ങളും ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുമായിരുന്നു ചിലർ ഉയർത്തിയ ആരോപണം. പിന്നാലെ ഗാനത്തിനെതിരെ പരാതിയുമായി സീറോ മലബാർ അൽമായ ഫോറം ഉൾപ്പെടെ എത്തുകയും ചെയ്തു. ഗാനത്തെയും പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയിലൂടെയാണ് ഫാദർ ഗാനത്തിനെതിരെയും അണിയറ പ്രവർത്തകരെയും വിമർശിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ അവഹേളിച്ച് പോക്കറ്റ് നിറയ്ക്കാമെന്ന് കരുതിയ പലരുടെയും പോക്ക് അറ്റുപോയെന്നും ഈശോയും കേശു ഈ വീടിന്റെ നാഥനുമൊക്കെ ചെയ്തവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഫാദർ ചൂണ്ടിക്കാട്ടുന്നു. ഫാദർ വീഡിയോയിൽ പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ക്രൈസ്തവ വിശ്വാസത്തെയും മൂല്യങ്ങളെയും ബിംബങ്ങളെയും അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും മലയാള സിനിമ നടത്തുന്നത് കാണുമ്പോൾ ഏറെ വേദനയുണ്ടാക്കുന്നു. ജനകീയമായ കലയാണ് സിനിമ. നന്മതിന്മകളെ യഥാർത്ഥമായി ആവിഷ്കരിക്കുന്ന രീതിയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെയും ബിംബങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ മലയാളത്തിൽ തന്നെ ശ്രമങ്ങൾ ഉണ്ടാകുന്നത് ഖേദകരമാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ മലയാള സിനിമ ചരിത്രമെടുത്ത് നോക്കിയാൽ സിനിമയുടെ ശീർഷകങ്ങളിൽ ഉൾപ്പെടെ ഏതൊക്കെ സിനിമ പ്രവർത്തകരാണോ ക്രിസ്തീയ വിശ്വാസങ്ങളെ അവഹേളിച്ചത് അവർ തന്നെ മറ്റുള്ള മതങ്ങളെ തങ്ങളുടെ ചിത്രങ്ങളിലൂടെ പ്രകീർത്തിക്കുന്നതും കണ്ടു. ബൊഗെയിൻവില്ല എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ അമൽ നീരദും നടന്മാരുമൊക്കെ എന്തിനാണ് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ക്രിസ്തുവെന്ന ബിംബത്തെ മതിപ്പോടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച എത്രയോ ക്ലാസിക്കുകളുണ്ട്. ക്രിസ്തുവിനെ പരിഹസിക്കുന്ന സിനിമകളും ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമയിലും മതസൗഹാർദ്ദമെന്ന മൂല്യം പൊതുസമൂഹ നിർമ്മിതിക്ക് ഉതകുന്ന നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. അതൊന്നും ആരെയും വേദനിപ്പിച്ചുമില്ല. ക്രിസ്തുവും വിശുദ്ധ കുരിശും ഈ ലോകത്തിന്റെ തന്നെ ധാർമ്മിക ബോധത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ചാക്കോ ബോബനായാലും അമൽ നീരദായാലും ഫഹദ് ഫാസിലായാലും ക്രിസ്തുവിനെ അപമാനിച്ച് അരി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വിശപ്പ് മാറില്ലെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ളൊരു സമൂഹത്തിന്റെ മുഖത്ത് അടിക്കുന്നതാണ് ഇത്തരം പ്രവർത്തികൾ. കേശു ഈ വീടിന്റെ നാഥൻ എന്നത് യേശു ഈ വീടിന്റെ നാഥൻ എന്ന വാക്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. ആ സിനിമയുടെ പ്രവർത്തകർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് അത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഈശോ എന്ന സിനിമയാണ് മറ്റൊരു ഉദാഹരണം. ആ പേര് വന്നപ്പോഴും ഞങ്ങൾ പ്രതികരിച്ചിരുന്നു. ആ പേര് ദുരുപയോഗം ചെയ്യരുതേ എന്ന്. ഇന്ന് അവർക്കും എന്ത് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഈ രീതിയിൽ ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത് പോക്കറ്റ് നിറയ്ക്കാമെന്ന് വിചാരിച്ച പലരുടെയും പോക്ക് അറ്റുപോയി. അതിന് നമ്മൾ സാക്ഷികളാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ബൊഗെയിൻവില്ലയിലും അവർ ചെയ്യുന്നത് ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ മേലുള്ള കടന്നാക്രമണമാണ്. ഇതൊക്കെ വേദനയോടെ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ടെന്നും ഞങ്ങൾ വേദനയോടെ അറിയിക്കട്ടെ. കലയെ പോസിറ്റീവായി ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും ഫാദർ റോയ് കണ്ണഞ്ചിറ നിർദ്ദേശിക്കുന്നു. ഗാനത്തിനെതിരെയുള്ള വിമർശനത്തിൽ പ്രതികരിച്ച് രചയിതാവ് വിനായക ശശികുമാർ രംഗത്തെത്തിയിരുന്നു. സ്തുതിക്കുന്നത് സാത്താനെയല്ല പ്രണയത്തെയാണെന്നും തെറ്റിദ്ധാരണയുടെ പുറത്തു നടക്കുന്ന ചർച്ചകളാണ് ഇതെന്നും ഒരു സെമിത്തേരി കണ്ടാലോ കോസ്റ്റ്യൂമിന്റെ തോളത്ത് ഒരു കൊമ്പ് കണ്ടാലോ അത് സാത്താനെ സ്തുതിക്കുകയാണെന്ന് വിധിക്കരുത്. ഒരു പ്രണയഗാനത്തെ വേറിട്ട രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും വിനായക് പറയുന്നു.